കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ 9ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുൻപ് വിദ്യാർത്ഥികളുടെ കൈകളിലെത്തുന്നു. പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണോദ്ഘാടനവും ഇന്ന് നിയമസഭാ ചേംബറിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. എല്ലാ പാഠപുസ്തകങ്ങളുടെയും വിതരണം മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ വർഷം പരിഷ്കരിച്ച 1, 3, 5, 7, 9 ക്ലാസുകളിലെ 205 ടൈറ്റിലുകളിലായി 1.8 കോടി പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തീകരിച്ച് ഇതിനകം തന്നെ വിദ്യാലയങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇതോടൊപ്പമാണ് 9ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുൻപ് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. പാഠപുസ്തകങ്ങളുടെ പ്രകാശനവും വിതരണോദ്ഘാടനവും ഇന്ന് നിയമസഭാ ചേംബറിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പിന് ഇത് അഭിമാന നിമിഷമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായാണ് 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ കഴിയുന്നതിന് മുമ്പേ 10ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇത് വകുപ്പിനെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ SCERT അച്ചടി നിർവഹിക്കുന്ന KBPS, വിതരണത്തിന് സഹായം നൽകുന്ന കുടുംബശ്രീ, മറ്റ് സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ യോജിച്ച ഇടപെടലിന്റെ ഫലമായാണ് ഇത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത്. 40 ലക്ഷത്തിലധികം കുട്ടികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഭാഷകളിൽ 3.8 കോടി പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം നടത്തും. ഈ വർഷം പരിഷ്കരിച്ച 2, 4, 6, 8 ക്ലാസുകളിലെ 238 ടൈറ്റിലുകളിലായി 2 കോടി പാഠപുസ്തകങ്ങളുടെ അച്ചടിയും പുരോഗമിക്കുകയാണ്. സ്കൂൾ മധ്യവേനൽ അവധിക്ക് അടക്കുന്നതിന് മുൻപേ പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിലെത്തിച്ച് പൊതുചരിത്രം സൃഷ്ടിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.